ഇന്ത്യ 123, മറ്റുള്ളവർ 14 എന്ന കണക്കിലാണ്. ഏതാണ്ട് പകുതിയിൽ കൂടുതൽ NDA മുന്നിട്ട് നിൽക്കുന്നു. 8:30 തന്നെ ഇപ്പോഴത്തെ ഇത് ഒരു ട്രെൻഡായി നമുക്ക് മനസ്സിലാക്കാനാകില്ല. ഇനിയും മിനിറ്റുകളും മണിക്കൂറുകളും ബാക്കിയുണ്ട്. അവിടേക്കൊക്കെ കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. ഈ മറ്റുള്ളവർ വളരെ നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. പക്ഷേ ഇങ്ങനെ പോയാലാവില്ല, കാരണം പക്ഷേ മറ്റുള്ളവർക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. നെക്ക് ഫൈറ്റ് എന്ന് പറയുന്ന അർത്ഥത്തിൽ ഇപ്പോൾ 272 എന്ന മാജിക് നമ്പറിലേക്ക് എത്താൻ ഏതാനും സംഖ്യ മാത്രം ബാക്കിയുള്ള രീതിയിലാണ് മുന്നണികൾ പിന്നിൽ മാത്രമാണ് മറ്റുള്ളവർക്ക് പ്രസക്തി. കർണാടകയിൽ NDAക്ക് ഒരു കുതിപ്പ് കാണുന്നുണ്ട്. കർണാടകയിൽ ഹാസനിൽ പ്രജ്വൽ രേവണ്ണ മുന്നിലാണ് എന്നുള്ള വാർത്ത വരുന്നു. ഉത്തർപ്രദേശിൽ BJP മുന്നിൽ നിൽക്കുന്നു. നമുക്കറിയാം ഒരു ഹിന്ദി ഹൃദയഭൂമിയിൽ ആരാണ് ഈ ഒരു നേട്ടം കൈവരിക്കുക. കർണാടകയിലെ 28 സീറ്റുകളിൽ എത്രയാണ് BJPക്ക് നേടാനാകുന്നത്? കാരണം ഹിന്ദി ഹൃദയഭൂമിയിലേക്കുന്ന ഒരു ആഘാതം ഒരുപക്ഷെ പരിഹരിക്കപ്പെടുന്നത് ദക്ഷിണേന്ത്യയിലാണ്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും BJP സ്വത്തായി കാണുന്നത് കർണാടകയാണ്. ആ 28 സീറ്റുകളിൽ എത്രയാണ് കർണാടകയിൽ കോൺഗ്രസും BJPയുമായി പങ്കിട്ടെടുക്കുക?